കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ലൈഫിൽ നീക്കി വെച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ സമയാസമയത്ത് നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ഒരുപക്ഷെ നമുക്ക് മാറാമായിരുന്നിട്ടും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ലൈഫിലെ പല നഷ്ടങ്ങളും നമുക്കുണ്ടാകുന്നത് നമ്മൾ കോൺഫിഡൻസ് ലെവലിൻ്റെ കുറവ് കൊണ്ടാണ്, അതല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഇൻബോണായിട്ട് കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല കോൺഫിഡൻസ് ലെവൽ എന്നുള്ളത്. നമ്മൾ മേക്കപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഫിഡൻസ് ലെവൽ കൂട്ടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാം, അതല്ലെങ്കിൽ അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യരുതാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലിമിറ്റ്ലെസ് ലിവിങ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. സെൽഫ് കോൺഫിഡൻസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ളൊരു കാര്യം. നമ്മുടെ സ്ട്രെങ്ത് അറിഞ്ഞാലാണ് ആ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുള്ള അതല്ലെങ്കിൽ വീക്ക്നെസ്സിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അതല്ലെങ്കിൽ വീക്ക്നെസ്സിനെ കുറയ്ക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണമെങ്കിലും നമ്മൾ എന്താണ് നമ്മുടെ സ്ട്രെങ്ത്ത്, എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്ന് നമുക്ക് മനസ്സിലാവണം. ആത്യന്തികമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത്തിലാണ്, അല്ലേ? നമ്മുടെ സ്പടികം സിനിമയിൽ വീക്ക്നെസ്സിനെ ഫോക്കസ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് ആദ്യം നമ്മൾ നടത്തേണ്ട ഒരു വിലയിരുത്തൽ നമ്മുടെ സ്ട്രെങ്ത്തിനെയും വീക്ക്നെസ്സിനെയും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യം. സെൽഫ് കോൺഫിഡൻസിനെ തടയുന്ന അടുത്ത ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ എൻവയർമെൻ്റ് ആണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ പരിമിതപ്പെടുത്തുന്ന കൂട്ടുകെട്ടുകളും അതല്ലെങ്കിൽ പരിമിതപ്പെടുത്തുന്ന ആളുകളൊക്കെ നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ ബിൽഡ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപഴകുന്ന ആളുകൾ നമ്മളെ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് നയിക്കുന്ന അതല്ലെങ്കിൽ നമ്മളെ ഡെവലപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാവണം നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും ഒരു മറുചോദ്യം വരാം, ഇത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ തകർക്കുന്നത് എങ്കിലോ എന്നുള്ളത്. അപ്പോൾ അതിന് പരിഹാരം എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളെ പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ മാനസികാവസ്ഥയെ ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് അതിലൊരു ചോയ്സ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാറ്റാവുന്ന എൻവയറമെൻറ്റുകളെ മാറ്റുക എന്നുള്ളതും മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളിൽ നിന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അതിനപ്പുറത്തേക്ക് ഉയർത്തുക എന്നുള്ളതുമാണ് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള അടുത്ത ഒരു കാര്യം. നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ തടയുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം കമ്പാരിസനാണ് പ്രധാനപ്പെട്ട ഒരു വില്ലൻ. കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ വീക്ക്നെസ്സും മറ്റുള്ളവരുടെ സ്ട്രെങ്ത്തും തമ്മിലാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അത്രയും കഴിവ് എനിക്കില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ആ ഒരു കമ്പാരിസൺ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക. അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ചിന്താഗതി കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കമ്പാരിസൺ നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ തന്നെയായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇന്നലത്തേതിൽ നിന്നും ഇന്ന് ഞാൻ എത്രമാത്രം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളൊരു കമ്പാരിസനാണ് നമ്മളെപ്പോഴും നടത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിസൺ മറ്റുള്ളവരുമായിട്ട് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കുറയ്ക്കും. നമ്മളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അതായത് ഒരു സ്കില്ലാവാം, നമ്മളൊരു ഡ്രൈവിങ് പഠിക്കുന്നതാവാം, എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും നമ്മൾ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കണം എന്നുള്ളത് കൂടി അതിനർത്ഥമുണ്ട്. കാരണം നമ്മളൊരു കാര്യത്തിൽ എൻഗേജ്ഡ് അല്ലാത്തത് കൊണ്ടാണ് ഒരു ഓവർ തിങ്കിങ് എന്നുള്ളൊരു പാറ്റേണിലേക്ക് നമ്മൾ മാറുന്നത് എന്നത് കൂടി ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിനെ നമ്മൾ കോൺഷ്യസ് ആയിട്ടൊരു എഫർട്ടിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആകുമ്പോൾ നമ്മൾ ഈ ഓവർ തിങ്കിങ് എന്നുള്ളൊരു കാര്യം ഇല്ലാതാവുകയും നമ്മൾ കൂടുതൽ ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് എത്താനുള്ളൊരു വഴി കൂടി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ഒരു മാറ്റം എന്നുള്ളതാണ്.
ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് അടുത്ത പറയാനുള്ളൊരു കാര്യം. കാരണം കൂട്ടത്തിലായിരിക്കുക എന്നുള്ളത് പലപ്പോഴും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ തീരുമാനങ്ങൾ പറയുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും നമ്മൾ നോ പറയേണ്ട സാഹചര്യങ്ങൾ വരെ അതെടുത്ത് പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് രീതിയിലേക്ക് നമ്മൾ മാറുന്നത്. നമ്മളൊരു സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടത്തിലായിരിക്കുമ്പോഴും സെൽഫ് കോൺഫിഡൻസ് അതല്ലെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ളൊരു ശ്രമം അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യം. അതുപോലെ ഈ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളുകൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി അതിൻ്റെ ഒരു ഭാഗമാണ്. അവരുടെ ശരീരഭാഷ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അവരുടെ ഒരു ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി പോസ്ചർ ഗസ്റ്ററൊക്കെ അവർക്ക് ഉണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ അതേ ഒരു ഗസ്റ്റർ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതല്ല, പക്ഷേ ആ ഒരു ബോഡി പോസ്ചർ അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളൊരു ഒബ്സർവേഷൻ നമ്മൾ നടത്തുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അവർ ഉറക്കെ സംസാരിക്കുമെന്നുള്ളത്, അല്ലേ? നമ്മൾ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളെ നമുക്ക് ഏതൊരു വ്യക്തിയും നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, അവരുടെ സംസാരമൊക്കെ ഒരു സാധാരണ ഒരു മന്ദഗതിയിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയും നമ്മുടെ ലൈഫിലേക്ക് മാറ്റുകയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ കോൺഫിഡൻസ് ലെവലും ഉയർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയം എന്നുള്ളത് കോൺഫിഡൻസ് ലെവൽ എങ്ങനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഇന്ന് സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ കമൻറ്റ് ഇവിടെ അറിയിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.